ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഇലക്ഷനിൽ മത്സരിക്കണം, മന്ത്രിയാവണം. ചതിച്ചു ദൈവമേ. ഇല്ല സാർ, ഞാൻ അതിനൊന്നിനുമില്ല. സാറിന്റെ തണലില്ല ഞാൻ വളർന്നു. ഈ തണലിൽ തന്നെ ഞാൻ മരണം വരെ നിൽക്കും. നടക്കാം. പ്രതാപന്റെ ഗുരുനാഥനല്ലേ മഹാദേവവർമ്മ. അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിച്ച് കോലത്തേക്ക് കയറിക്കോളൂ. എന്താ സാർ എന്നെ വിളിപ്പിച്ചത്? പറയാം. തിരിഞ്ഞു നോക്കുമ്പോ വളരെ സന്തോഷമുണ്ട് പ്രതാപ. ജീവിതത്തില് ഒരു കുറവും പറ്റിയിട്ടില്ല. തികഞ്ഞ ആത്മാർത്ഥതയോടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പലതും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഒത്തിരി പ്രതിസന്ധികൾക്ക് നടുവിലും പടവെട്ടി മുന്നേറിയ എന്റെ ഈ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം മുന്നേറിയത്. എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ശത്രുക്കളുണ്ടാവാം, പക്ഷേ എനിക്ക് ശത്രുക്കളില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങളുടെ നന്മ, അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണമെന്ന പഴമൊഴി. എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണമെന്ന് എനിക്കൊരു തോന്നൽ. ദൈവമേ, എന്റെ ആഗ്രഹം നടന്നു.
പോകുന്നു. ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായി എന്നെ വിളിക്കൂ. അത് സാറിന് ഇപ്പൊ എന്താ അങ്ങനെ തോന്നാൻ കാരണം? ആ, എന്റെ കാലം കഴിഞ്ഞു പ്രതാപ. ആ, അതൊക്കെ സാറിന്റെ വെറും തോന്നല. തോന്നലല്ല പ്രതാപ, എനിക്ക് ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആരും ചൂഷണം ചെയ്യപ്പെടരുത്. എല്ലാ മനുഷ്യരും ജാതി മതങ്ങളോ വർഗവർണ്ണ ചിന്തകളോ ഇല്ലാതെ സഹോദരന്മാരെ പോലെ ജീവിക്കണം. അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അധികാരം എന്റെ കുത്തകയാണെന്ന് കരുതി ആ കസേരയിൽ അള്ളിപ്പിടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇനി പുതിയ തലമുറ വരണം, അവർക്ക് വേണ്ടി മാറിക്കൊടുക്കണം. അത് ശരിയാവില്ല സാർ. അതേ ശരിയാവൂ പ്രതാപ. പൂർണ്ണബോധത്തോടുകൂടിയേ ഞാനെന്തും പറയൂ. ഞാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞു. ഇലക്ഷൻ എടുക്കുകയാണ്. ഈ വരുന്ന ഇലക്ഷനിൽ ഞാൻ മത്സരിക്കുന്നില്ല. പകരം ഈ സീറ്റ് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുക. അത് ആർക്കാ കൊടുക്കുന്നത് സാർ? എന്റെ അനന്തരാവകാശി മറ്റാരാ? നീ തന്നെയാണ് പ്രതാപ. നീ ഇലക്ഷനിൽ മത്സരിക്കണം, മന്ത്രിയാവണം. ചതിച്ചു ദൈവമേ. ഇല്ല സാർ, ഞാൻ അതിനൊന്നുമില്ല. സാറിന്റെ തണലില്ല ഞാൻ വളർന്നത്. ഈ തണലിൽ തന്നെ ഞാൻ മരണം വരെ നിൽക്കും. എനിക്കെല്ലാം എന്റെ മഹാദേവവർമ്മ സാറാ. അങ്ങനെ പറഞ്ഞാ പറ്റൂ പ്രതാപ? നിനക്കൊരു കരിയർ വേണ്ടേ? അസാമാന്യ കഴിവും ബുദ്ധിശക്തിയുള്ളവനാ നീ. ഞാൻ നിന്നിൽ കാണുന്ന ഏറ്റവും വലിയ ഗുണം നിന്നിൽ യാതൊരു സ്വാർത്ഥമോഹങ്ങളില്ല എന്നുള്ളതാ. ജനങ്ങൾക്ക് വേണ്ടത് അവരെ സ്നേഹിക്കുകയും അവർക്ക് സംരക്ഷണമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു ജനനായകനെയാ. അല്ല, അത് ദൈവം ഓരോരുത്തർക്കും ജന്മം കൊടുത്തിരിക്കുന്നത് ഓരോരോ ലക്ഷ്യം നടപ്പാക്കാനാണ്. നിന്റെ ലക്ഷ്യം രാഷ്ട്ര സേവനമാണ്, കളങ്കരഹിതമായ രാഷ്ട്ര സേവനം.